ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് 7th സ്റ്റാൻഡേർഡ് സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നവമഹാപാഠയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അതിൽ എന്താ അതിൻ്റെ പേര്? അന്നാത് ഭവന്തി ഭൂതാനി. അന്നാത്ത് അത് കേൾക്കുമ്പോൾ നമുക്കറിയാം പഞ്ചമിയാണ്. അപ്പോൾ ഈ പാഠത്തിൽ കൂടുതലും പഞ്ചമി വിഭക്തിയാണ് വരുന്നത്. പഞ്ചമി വിഭക്തിയുടെ അതിൻ്റെ അർത്ഥം പ്രത്യേകം തന്നെ എന്താണ്? ഫ്രം, അതിൽ നിന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അത് ബാക്കി നമുക്ക് പഠിക്കാം. ഇവിടെ ഒരു അമ്മയും ഒരു പുത്രിയും കൂടി ഉള്ള ഒരു സംവാദം, ഡിസ്കഷനാണ് കാണിക്കുന്നത്. അതായത് സൃഷ്ടികർമ്മസ്യ വിഷയേ വയം പഠാമഹ എന്ന് പറഞ്ഞില്ലേ? സൃഷ്ടികർമ്മസ്യ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതാണ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് എടുത്തോളൂ. പേജ് നമ്പർ 96. പേജ് നമ്പർ 96 ഞാൻ വായിക്കാം. പുത്രി, ആദ്യം പുത്രി പറയുകയാണ്. അംബ മമ കാചിത് ജിജ്ഞാസ അസ്തി. വയം മനുഷ്യാः പ്രാണിനः കീടാः ച കഥം ഭൂലോകേ ആഗതാः. അംബ എന്ന് പറഞ്ഞാൽ അറിയാലോ, അമ്മയെ വിളിക്കുകയാണ്. മമ കാചിത് ജിജ്ഞാസ അസ്തി. മമ ആവയോഹോ അസ്മാകം പഠിച്ചിട്ടുള്ളതാണ്. ഷഷ്ടി ഏകവചനമാണ്. മമ എൻ്റെ. മമ കാചിത് ജിജ്ഞാസ. കാചിത് ജിജ്ഞാസ, ഒരു ജിജ്ഞാസ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. ദീർഘങ്ങൾ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആഗ്രഹം. ജിജ്ഞാസ അസ്തി, ഒരു ജിജ്ഞാസ ഉണ്ട്. അസ്തിസ്തഹ സന്ധി, അത് നിങ്ങൾ പഠിച്ചതാണ്. അസ് ധാതുവാണ്, പരസ്മേപതിയാണ്, ലട്ട്. വയം മനുഷ്യാः പ്രാണിനः കീടാः ച കഥം ഭൂലോകേ ആഗതാः. വയം മനുഷ്യാः, വയം അഹം ആവാം, വയം നമ്മൾ. മനുഷ്യാः, മനുഷ്യാः പ്ലൂറൽ ബഹുവചനം. പ്രാണിനഃ, പ്രാണി എന്നുള്ളതിൻ്റെ ബഹുവചനം പ്രഥമ വിഭക്തിയാണ്, ബഹുവചനമാണ് പ്രാണിനഃ. ബാക്കി രൂപം എങ്ങനെ വരും? പ്രാണി, പ്രാണിനൗ, പ്രാണിനഃ, പ്രാണികൾ. പ്രാണിനൗ പ്രാണിനഃ എന്നാണ്. നദി ശബ്ദം പോലെ നദീ, നദ്യൗ, നദ്യഃ. അപ്പം പ്രാണികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ജീവികൾ, എല്ലാ ജീവികളും. പ്രാണിനഃ. പിന്നെ കീടാഹ, കീടൗ, കീടാഹ ബഹുവചനമാണ്, പ്രഥമ ബഹുവചനം. കീടങ്ങൾ, ക്രീച്ചേഴ്സ്, ചെറിയ നിസ്സാര ജീവികളിലെ കീടങ്ങൾ. ച കഥം ഭൂലോകേ ആഗതാഹ. കഥം ച വന്നില്ലേ? എന്തുകൊണ്ട്? എല്ലാത്തിനെയും യോജിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യാഹ പ്രാണിനഃ കീടാഹ ച കഥം ഭൂലോകേ ആഗതാഹ. കഥം, ഹൗ, എങ്ങനെ. ഭൂലോകത്തിൽ, സപ്തമി ഏകവചനം. ഭൂലോകത്തിൽ ആഗതാഹ വന്നു. എങ്ങനെയാണ് അവിടെ വന്നത്? അപ്പോൾ മാതാ വത്സേ തദർത്ഥം ഭവതി പ്രഥമം പൃഥിവ്യാഹ ഉത്പത്തിക്രമം ജാനീയാത്. വത്സേ, സ്നേഹപൂർവ്വം വിളിക്കുകയാണ്. വത്സേ തദർത്ഥം, തത് പ്ലസ് അർത്ഥമാണ്. തദർത്ഥം, അതിനു വേണ്ടി. ഭവതി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ബഹുമാനപൂർവ്വം, ഇവിടെ ഇതായിട്ട് അല്ലാതെ പറയുകയാണ്, വെറുതെ അമ്മ സ്നേഹത്തോടെയൊക്കെ പറയുകയാണ്. ഭവതി പ്രഥമം, ഫസ്റ്റ്. പൃഥ്വിയാഹ ഉത്പത്തിക്രമം ജാനീയ. പൃഥ്വിയുടെ, അവിടെ ഷഷ്ടി ഏകവചനമാണ്. പൃഥ്വിയാഹ ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? ഷഷ്ടിയാണ്. ഷഷ്ടി വിഭക്തി. പൃഥ്വിയാഹ പൃഥ്വിയോഃ പൃഥ്വീനാം. പൃഥ്വിയാഹ, പൃഥ്വിയോഃ, പൃഥ്വീനാം. അതായത്
പൃഥ്വി ഭൂമി എന്നുള്ള പൃഥ്വിയാഹ ഉത്പത്തിക്രമം, പൃഥ്വിയുടെ ഉത്പത്തിക്രമം എന്ന ക്രമം അനുസരിച്ചുള്ള എങ്ങനെയാണ് ആദ്യം എന്ത് വന്നു പിന്നെ എന്ത് വന്നു എന്നുള്ളത് പഠിക്കുക. അതാണ് ഉത്പത്തിക്രമം, ഉയർച്ച. ക്രമം ജാനീയാത്, അത് മനസ്സിലാക്കണം. അപ്പോൾ പുത്രി പറഞ്ഞു അഹോ രോചകം സ്യാത്, അഹോ കൊള്ളാലോ, രോചകം സ്യാത്. രോചകം എന്ന് പറഞ്ഞാൽ രുചിയുള്ളതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത്, അത് ഇഷ്ടമുള്ള കാര്യമല്ലേ, അത് കേൾക്കാൻ ഇഷ്ടമല്ലേ. രോചകം സ്യാദ്, സ്യാദ് എന്നുള്ളത് എന്താണ്? നിങ്ങൾ അസുധാതുവിൻ്റെ ലട്ട് പഠിച്ചു, അസ്ഥിസ്ഥ സന്ധി, അതിൻ്റെ വിധിലിംഗാണ് സ്യാദ് എന്നുള്ളത്. സ്യാദ് അസുധാതു വിധിലിംഗ് പരസ്മൈപതിയാണ്. പരസ്മൈപതി വിധിലിംഗ്. എന്താ ബാക്കി രൂപങ്ങൾ? സ്യാത്, സ്യാതാം, സ്യുഹു. സ്യാത് സ്യാതാം അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥം. ഇത് സ്യാത്തും അത് തന്നെ. പക്ഷേ ഏത് രീതിയിലാണ് പ്രയോഗിക്കേണ്ടത്? ലോട്ടും വിധിലിങ്ങും ഒക്കെ നമുക്ക് പിന്നെ ആശീർവാദം, ആരെങ്കിലും അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, പ്രാർത്ഥിക്കുക, അനുവാദം കൊടുക്കുക, അങ്ങനെ ചെയ്യും, ഉപദേശം, ഈ രീതിയിലൊക്കെ വരുന്നതാണ് വിധിലിങ്ങും ലോട്ടും ഒക്കെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്യാതെന്നുള്ളത് പിന്നെ അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ. അപ്പോൾ ഇവിടെ എന്തോന്നാണ്? രോചകം സ്യാ, രോചകമാണല്ലോ. കൃപയാ ശ്രാവയതു, കൃപയാ, കൃപയോടുകൂടി, കൃപയാൽ. അത് കൃപ ആലെന്നുള്ളത് ഏതാണ്? തൃതീയ ഏകവചനം. കൃപയാ ശ്രാവയതു, അതവിടെ കണ്ട ലോട്ട് വന്നു. ശ്രാവയതു, ഭവതു ഭവതാം ഭവന്തു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ലോട്ടാണ്. ഇവിടെ ശ്രാവയതു എന്താണ്? ലോട്ടാണ്. അവിടെ കേൾപ്പിച്ചാലും, കേൾപ്പിച്ചാലും എന്ന് പറയാം. അപ്പോൾ അതൊരു ഇതായിട്ട് പറയല്ലേ, പ്രാർത്ഥനാ രീതിയിൽ പറയല്ലേ ശ്രാവയതു. ബാക്കി രൂപങ്ങൾ ശ്രാവയതു, ശ്രാവയതാം, ശ്രാവയന്തു. കണ്ട, ഇങ്ങനെയാണ് വരുന്നത്. ഇതെന്താണ്? ലോട്ടാണ്, ലോട്ടാണ്. ലോട്ടിൻ്റെ അതും വിധിലിംഗ് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രാവയതു കേൾപ്പിച്ചാലും. അപ്പോൾ എന്താ പറഞ്ഞ പുത്രി മാതാ അസ്തു, 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 അതും എന്താണ്? ലോട്ടാണ്, അസ്തു. അപ്പോൾ ഇവിടെ ശ്രാവയതു കേൾപ്പിച്ചാലും എന്ന് പറഞ്ഞാൽ വരട്ടെ, ശരി, കേൾപ്പിക്കാന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. പ്രഥമം ബ്രഹ്മണഃ ആകാശസ്യ ഉത്പത്തി അഭവത്. പ്രഥമം, അപ്പം ഉത്പത്തിക്രമമാണ്. ഉത്പത്തിക്രമത്തിൽ ഫസ്റ്റ് പ്രഥമം എന്താണ്? ബ്രഹ്മണഃ ആകാശസ്യ ഉത്പത്തി അഭവത്. ആകാശസ്യ ഉത്പത്തിയാണ് ആദ്യം. അഭവത്, 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 അഭവതാം, അഭവൻ ഭൂധാതുവിൻ്റെ ലങ്ങാണ്. ലങ് ഷോസ്. ലങ്ങിന് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസ് ആണ്. അഭവത്, അഭവതാം, അഭവൻ. ഇവിടെ ആകാശസ്യ ഉത്പത്തി ഉണ്ടായി. ആകാശസ്യ ഏത് വിഭക്തി? ഷഷ്ടി ഏകവചനം. എന്നാൽ തൊട്ട് മുമ്പ് കൊടുക്കുന്നു ആകാശസ്യ ഉത്പത്തി ഫ്രം, എവിടെ നിന്ന്? കസ്മാത് ഉത്പത്തി അഭവത്. എവിടെ നിന്നാണ് ഉത്പത്തി ഉണ്ടായത്? ബ്രഹ്മണഃ, ബ്രഹ്മണഃ, ബ്രഹ്മാവിൽ നിന്ന്. ബ്രഹ്മണഃ എന്നുള്ളത് പഞ്ചമി ഏകവചനമാണ്. ബ്രഹ്മണഃ, ബ്രഹ്മണഃ. അപ്പോൾ ബ്രഹ്മാവിൽ നിന്നാണ് ആദ്യം ഉണ്ടായത്. ബ്രഹ്മണഃ. പിന്നെ അതിൻ്റെ ബാക്കി രൂപങ്ങൾ ബ്രഹ്മഭ്യാം, ബ്രഹ്മഭ്യഃ, ബ്രഹ്മണഃ, ബ്രഹ്മഭ്യാം, ബ്രഹ്മഭ്യഃ. ബ്രഹ്മാവിൽ നിന്ന് എന്ന് കാണിക്കുന്നത്. ബ്രഹ്മാവിൽ നിന്ന് എന്തുണ്ടായി? ഇപ്പോൾ കസ്മാത്ത് ആകാശസ്യ ഉത്പത്തി അഭവത്. ഏതിൽ നിന്നാണ് ആകാശത്തിൻ്റെ ഉത്പത്തി ഉണ്ടായത്? ബ്രഹ്മണഃ, ബ്രഹ്മാവിൽ നിന്ന്. അപ്പോൾ ഒന്നാമത്തെ ഉത്പത്തിയായി. അപ്പോൾ പുത്രി ബ്രഹ്മ ഇത്യുക്തേ കിം അംബ? ബ്രഹ്മ ഇത്യുക്തേ, ഇത്യുക്തേ എങ്ങനെ തിരിച്ചു പറയാം? ഇത്യുക്തേ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം. ഇത്യുക്തേ ഇതി
പ്ലസ് ഉക്തേ. ഉക്തി എന്ന് പറഞ്ഞാൽ വാക്ക്, വചനം എന്നൊക്കെയുള്ള. ഇതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്യുക്തി കിം അംബ കിം കിം കേ കാനി. കിം എന്ത് പ്രഥമ വിഭക്തിയാണ്, പുംസകലിംഗമാണ്, തച്ഛബ്ദം അല്ല കിം ശബ്ദം. അപ്പോൾ മാതാ ബ്രഹ്മ ഇത്യുക്തേ ചേതനാശക്തി. ചേതന എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ശക്തിയാണ് ബ്രഹ്മ. അതുമാത്രമല്ല ഊർജ എന്താണ്? എനർജി. അപ്പം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ ചേതനകളുടെയും ഒരു ശക്തിയാണ് ആ ബ്രഹ്മ എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, അല്ലെങ്കിൽ ഊർജമായിട്ടും പറയാം. യാ സർവത്ര വ്യാപ്ത അസ്തി. ഇത് എവിടെയെല്ലാം ഉണ്ട്? സർവത്ര വ്യാപ്ത അസ്തി. ഇത് എല്ലായിടവും വ്യാപിച്ചു കിടക്കുകയാണ്. ആര്? ബ്രഹ്മ. യഥാ ആകാശഃ അണുഃ ച സർവത്ര വ്യാപ്തഃ അസ്തി. ഏതുപോലെയൊക്കെയാണ് ആകാശഃ? അണു എന്ന് പറഞ്ഞാൽ എന്താ? അണു ഒരു സൂക്ഷ്മജീവി എന്നൊക്കെ പറയില്ലേ, സൂക്ഷ്മജീവി, ആറ്റം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആകാശഃ അണുഃ ച സർവത്ര വ്യാപ്തി. ആകാശത്തിലും അണുവിലും എല്ലായിടവും വ്യാപിച്ച് കണ്ടു പറഞ്ഞാൽ വലുതിലും ചെറുതിലും എന്ന് കാണിക്കുകയാണ്. വ്യാപ്തഃ അസ്തി. പുത്രി അനന്തരം പിന്നെന്താ? അനന്തരം ആകാശാത് വായുഃ ഉത്പന്നഃ. വായു കസ്മാത് ഉത്പന്നഃ. വായു അവിടെ നിന്നുണ്ടായി? ആകാശാത്ത്. കസ്മാത്ത് പറയാൻ കാരണം എന്താണ്? ആകാശാത്ത് എന്നുള്ളത് എന്താണ്? പഞ്ചമി വിഭക്തി. അതുകൊണ്ട് കസ്മാത്, ഏതിൽ നിന്ന്? ആകാശാത് വായു ഉത്പന്നഃ. അപ്പോൾ ആദ്യം ഉണ്ടായത് എന്തായിരുന്നു പറഞ്ഞ്? ആകാശഃ ആകാശാത് വായു. പിന്നെ അമ്പ പൃഥ്വി കഥാ ഉത്പന്ന. പൃഥ്വി എപ്പോഴാണ് പൃഥ്വി ഉണ്ടായത്? ശൃണോതു അത് എന്താണ്? അവിടെ ലോട്ടാണ്. ശൃണുതാം ശൃണ്വന്തു ലോട്ടാണ്. ലോട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. വദാമി ഐ ആം ടെല്ലിങ്, ഞാൻ പറയുന്നു. എന്തെന്നാണ്? വദതി വദതഃ വദന്തിയാണ് പ്രഥമ പുരുഷൻ. ഇത് ഉത്തമ പുരുഷനാണ്. അഹം വരുമ്പോഴാണ് വദാമി വരുന്നത്. വദാമി വദാവഹ വദാമഹ. അഹം അതാ ശൃണോതു വദാമി എന്ന് പറഞ്ഞാൽ അഹം വദാമി. ആര്? മാതാ. അഹം വദാമി. വായോः അഗ്നിः ഉത്പന്നः. വായോः വായുഭ്യാണ്. പഞ്ചമി. വായോः വായുഭ്യാം വായുഭ്യഃ. ഇതാണ് പഞ്ചമി വരുന്നത്. വായോः അഗ്നിഹി ഉൽപ്പന്നഃ. അപ്പം വായുവിൽ നിന്ന്, പഞ്ചമിയുടെ അതിൽ നിന്നല്ലേ, ഫ്രം എന്നല്ലേ, വായുവിൽ നിന്ന് എന്തുണ്ടായി? അഗ്നിഹി ഉൽപ്പന്നഃ. അഗ്നി എന്ന് പറഞ്ഞാൽ ഫയർ, തീ. പുത്രി ഏതത് സർവം കിമർത്ഥമമ്പ. ഏതത് സർവം കിമർത്ഥം, ഫോർ വാട്ട് പർപ്പസ്. കിം പ്ലസ് അർത്ഥമാണ് കിമർത്ഥമമ്പ. സാക്ഷാത് മനുഷ്യാണ്. അതൊക്കെ എന്തിനാ പറയുന്നത്? കിമർത്ഥം എന്തിനാ എനിക്ക് പറയുന്നത്? സാക്ഷാത് മനുഷ്യാണാം ഉത്പത്തി വദതു. മനുഷ്യാണാം ഷഷ്ടി ബഹുവചനം. മനുഷ്യയോഹോ മനുഷ്യാണാം ഷഷ്ടി അങ്ങനെയാണ് വരുന്നത്. മനുഷ്യരുടെ ഉത്പത്തിയെ ദ്വിതീയ ഏകവചനം ഉത്പത്തിയെ വദതു. അവിടെ വദതു എന്താണ്? ലോട്ടാണ്. വദതു വദതാം വദന്തു, പറയൂ, പറഞ്ഞാലും. അപ്പോൾ മാതാ ഐ വത്സേ ഏതത് സർവം നാസ്തി ചേത് കഥം മനുഷ്യഃ പ്രാണിനഃ വാ ജീവന്തി. ഏതത് സർവം നാസ്തി. നാസ്തി ന പ്ലസ് അസ്ഥിയാണ് നാസ്തി വിളിച്ച് പറയണയാണ്. ന പ്ലസ് അസ്ഥിയാണ് നാസ്തി. ഏതത് സർവം നാസ്തി ചേത് ഇല്ലായിരുന്നു ചേതെങ്കിൽ. ഇതൊന്നും ഇല്ലായിരുന്നു. ഏതൊക്കെ? ആകാശവും മറ്റേ വായുവും അഗ്നിയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കഥം മനുഷ്യാഃ പ്രാണിനഃ ച ജീവന്തി. മനുഷ്യരും പ്രാണികളും ച ജീവന്തി. എങ്ങനെ ജീവിക്കും? കഥം ഹൗ, എങ്ങനെ ജീവിക്കുന്നു? പുത്രി ജലമാഹാരഃ വായുഃ ച അസ്തി ചേത് പര്യാപ്തം ഖലു. ജലം ആഹാരഃ, ജലം ആഹാരം, വായു ച അസ്തി ച പോരെ ഉണ്ടെങ്കിൽ പര്യാപ്തം ഖലു. പര്യാപ്തം എന്ന് പറഞ്ഞാൽ അത് തികയില്ലേ?
ഖലു ചോദിക്കുകയാണ്, തികയില്ലേ? ആം, യെസ്. അതഃ തേഷാമപി ഉത്പത്തി ജാനാതു. തേഷാമപി, തേഷാം പ്ലസ് അപി, തേഷാമപി, തേഷാമപി, തേഷാം പ്ലസ് അപി, തേഷാമപി, തേഷാമപി അവയുടെയും, തേഷാം അവയുടെ, പിന്നെ തേഷാം എന്ന് പറയുമ്പോൾ ഷഷ്ടി ബഹുവചനം, അപ്പോൾ ഉടേ എന്നുള്ള വരുന്നത് അല്ലേ. തേഷാം അഭി അവയുടെയും ഉത്പത്തി ജാനാതു, ഉത്പത്തി ജാനാതു അറിയണം. അതും എന്താണ്? ലോട്ട്. ജാനാതു, ജാനാതു അറിയണം. പുത്രി തർഹി അഗ്നേഹേ കസ്യ ഉത്പത്തി അഭവത്. തർഹി എങ്കിൽ, അഗ്നേഹേ, അഗ്നേഹേ എന്നുള്ളത് പഞ്ചമിയാണ്. അഗ്നേഹേ അഗ്നിഭ്യാം അഗ്നിഭ്യഃ, അഗ്നേഹേ അഗ്നിഭ്യാം അഗ്നിഭ്യഃ, അഗ്നിഭ്യഃ. അവിടെയും പഞ്ചമിയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? തർഹി അഗ്രേഹേ അഗ്നിയുടെ, ഫയറിൻ്റെ. കസ്യ ഉത്പത്തി അഭവത് അഗ്നിയിൽ നിന്ന്, അല്ല ഇവിടെയല്ല, പഞ്ചമിയല്ലേ. അപ്പം അഗ്നിയിൽ നിന്ന്, ഫ്രം അഗ്നേഹേ കസ്യ അഗ്നിയിൽ നിന്ന്, കസ്യ ആരുടെ, അത് കസ്യ എന്നുള്ളത് ഷഷ്ടി ഏകവചനം. കസ്യ ഉത്പത്തി അഭവത് ആരുടെ ഉത്പത്തിയാണ് ഉണ്ടായത്? അഗ്നിയിൽ നിന്ന്. അഭവത് അഭവതാം അഭവൻ ഉണ്ടായി. ലങ്ങാണ്, ലങ് ഷോസ് പാസ്റ്റ് ടെൻസ്. അഗ്നേഹേ ജലസ്യ ഉത്പത്തി അഭവത്. അഗ്നേഹേ അഗ്നിയിൽ നിന്ന് ജലസ്യ ജലത്തിൻ്റെ ഉത്പത്തി ഉണ്ടായി. അപ്പോൾ ജലം കസ്മാത്ത് അഭവത്, ഏതിൽ നിന്നാണ് ഉത്പത്തി അഭവത്? അതിൻ്റെ അഗ്നേഹി. ജലാത്ത് മനുഷ്യസ്യ ഉത്പത്തി ഖലു. അപ്പം മോളോട് മകൾക്ക് അത് അറിഞ്ഞോളാമല്ലോ അല്ലേ, നേരത്തെ പറഞ്ഞില്ലേ ജിജ്ഞാസ. ജലാത്ത് മനുഷ്യസ്യ ഉത്പത്തി ഖലു. അപ്പം ജലത്തിൽ നിന്നാണോ മനുഷ്യൻ്റെ ഉത്പത്തി ഉണ്ടായത്? നൈവ, നൈവ വത്സേ, നൈവ നാപ്ലസേവയാണ്, നാപ്ലസേവയാണ് നൈവ. നൈവ വത്സേ ജലാത് പൃഥിവ്യാഹ ഉത്പത്തി അഭവത്. ജലാത് ജലത്തിൽ നിന്ന്, പൃഥിവ്യാഹ നേരത്തെ ഞാൻ പറഞ്ഞു, പൃഥിവ്യാഹ പൃഥ്വിയുടെ ഉത്പത്തി അഭവത്. പൃഥ്വിയുടെ ഉത്പത്തി ഉണ്ടായി. അപ്പോൾ നൈവ വത്സേ ജലാത് പൃഥിവ്യാഹ ഉത്പത്തി അഭവത്. അപ്പം ജലത്തിൽ നിന്നാണ് പൃഥിവ്യാഹ ഷഷ്ടി ഏകവചനമാണ്, പൃഥ്വിയുടെ ഉത്പത്തി അഭവത്. പുത്ര അഹോ സത്യം, സത്യം തന്നെ. അഹം വിസ്മൃതവതി ഏവ, അഹം വിസ്മൃതവതി, വിസ്മൃതവതി ഞാൻ മറന്നുപോയി. പൃഥ്വിയാഹ തു പ്രാണിനഃ മനുഷ്യാഹ ച ഉത്പന്നഃ. പൃഥ്വിയാഹ, അവിടെ പൃഥ്വിയ എന്നുള്ള എന്താണ്? പഞ്ചമിയാണ്. കാരണം പൃഥ്വി ശബ്ദത്തിൻ്റെ പഞ്ചമിയും ഷഷ്ടിയും ഏകവചനം ഒരുപോലെയാണ്. മനസ്സിലായി? നേരത്തെ നമ്മൾ ഷഷ്ടി പദം പൃഥ്വിയാഹ പൃഥ്വിയോഹോ പൃഥ്വീനാം പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. പൃഥ്വി ശബ്ദത്തിൻ്റെ പഞ്ചമി വരുന്നത് പൃഥ്വിയാഹ പൃഥ്വിഭ്യാം പൃഥ്വിഭ്യഃ അങ്ങനെയാണ് വരുന്നത് പഞ്ചമി. പൃഥ്വിയാഹ പൃഥ്വിഭ്യാം പൃഥ്വിഭ്യഃ. ഇത് പഞ്ചമിയാണ്. പഞ്ചമി ഷഷ്ടി വരുമ്പം പഞ്ചമി വിഭക്തി. ഞാൻ പറഞ്ഞു ഈ പാഠത്തിൽ കൂടുതലും പഞ്ചമി വിഭക്തിയാണ് വരുന്നത്. പഞ്ചമി വിഭക്തി. അപ്പോൾ അഹം വിസ്മൃതവതി ഏവ പൃഥ്വിയാഹ തു പൃഥ്വിയിൽ നിന്ന്, ഫ്രം പൃഥ്വി, തു പ്രാണിനഃ നേരത്തെ പറഞ്ഞു, പ്രാണിനോ പ്രാണിന പ്രാണികൾ, മനുഷ്യാഹ മനുഷ്യർ, ച ഉത്പന്നാഹ മനുഷ്യരും എല്ലാം ഉണ്ടായത് അങ്ങനെയാണല്ലേ. നഹി അപ്പം അമ്മ പറഞ്ഞു നഹി അല്ല. പൃഥ്വിയാഹ ഔഷധീനാം സസ്യാനാം വൃക്ഷാദീനാം ച ഉത്പത്തി അഭവത്. പൃഥ്വിയാഹ ഇവിടെ നേരത്തെ പറഞ്ഞു
പൃഥിവ്യാഹ പൃഥ്വിയിൽ നിന്ന് ഫ്രം പഞ്ചമി പൃഥിവ്യാഹ ഔഷധീനാം ഔഷധികളുടെയും അത് ഔഷധീനാം എന്നുള്ളത് ഷഷ്ടി ബഹുവചനം ഔഷധീനാം സസ്യാനാം എന്നുള്ളത് ഷഷ്ടി ബഹുവചനം വൃക്ഷാദീനാം വൃക്ഷങ്ങൾ മുതലായവയുടെ അവിടെ ഷഷ്ടി ബഹുവചനം ച ഉത്പത്തി അഭവത്. അപ്പോൾ പൃഥ്വിയിൽ നിന്നാണ് ഔഷധി സസ്യം വൃക്ഷം തുടങ്ങിയവ ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താ ഉണ്ടായത്? ആകാശമാണ് അല്ലേ. ആകാശത്തിൽ നിന്ന് എന്തുണ്ടായി? വായു ഉണ്ടായി. വായുവിൽ നിന്നുണ്ടായി അഗ്നിയിൽ നിന്നെന്താ? ജലത്തിൽ നിന്നെന്താ? പൃഥ്വി. ഇത്രയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾ നല്ലോണം വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.